പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 97ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണസിയെ നമ്മുടെ ഇടയിൽ ആരാലിനെ കടന്നു വന്നിട്ടുള്ളത് ബ്രദർ ലിനീഷ് ലാസറാണ്. പ്രിയ ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബ്രദറിന്റെ സ്വദേശം എറണാകുളമാണ്. എറണാകുളത്തുള്ള ഫേസ് സിറ്റി ചർച്ച് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ മെമ്പറാണ്. ഇപ്പോൾ ജോലിയുള്ള ബന്ധത്തിൽ ജിദ്ദയിലായിരിക്കുന്നു. ജിദ്ദയിലുള്ള ബദേൽ ഗോസ്പൽ അസംബ്ലി ദൈവസഭയുടെ അംഗമാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ആരാധന ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ബ്രദറിനെ ആരാധനയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ ദൈവമക്കൾക്കും, ഇപ്പോൾ ഓൺലൈനിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, തുടർന്ന് ഓഫ്ലൈനിൽ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം, ഹല്ലേലൂയ. തുടർന്ന് അല്പസമയം നമ്മൾ ദൈവത്തെ സ്തോത്രം പാടി ആരാധിച്ച് സ്തുതിക്കാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. 100-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയെ കാത്തിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ സകല ഭൂവാസികൾ നമ്മൾ ഓരോരുത്തരും സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചതിന്റെ സ്തോത്രം, ഹല്ലേലൂയ, അർത്ഥം മനസ്സിലാക്കി ആ ദൈവത്തെ സ്തോത്രം പാടി സ്തുതിച്ച് മാറ്റപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെല്ലാവരും ബലപ്പെടുത്തട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്തോത്രം കരുതുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം ഇത്രത്തോളം നമ്മൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. എന്നെ കരുതുന്ന വിധങ്ങൾ ഓർത്താൻ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നേ, എന്നെ നടത്തുന്ന വഴികളോർത്താൻ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ, എന്നെ കരുതുന്ന വിധങ്ങളോർത്താൻ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നേ, എന്നെ നടത്തുന്ന വഴികളോർത്താൻ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും, ആയുസിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും, ആയുസിൻ നാളെല്ലാം നന്ദിയാ പാടിടും. പാപക്കുഴിയിൽ നിന്നാണിടാതൻ പാദം ഉറപ്പുള്ള പാറമേൽ നിർത്തി, പാടാൻ പുതുഗീതം നാവിൽ തന്നു, പാടാം സ്തുതികൾ എന്നേശുവിന്. പാപക്കുഴിയിൽ ഞാൻ താണിടാതൻ പാദം ഉറപ്പുള്ള പാറമേൽ നിർത്തി, പാടാൻ പുതുഗീതം നാവിൽ തന്നു, പാടാം സ്തുതികൾ എന്നേശുവിന്. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും, ആയുസിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും, ആയുസിൻ നാളെല്ലാം നന്ദിയാ പാടിടും. ഉള്ളം കലങ്ങിടും വേളയിലൻ
ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു, എല്ലും ഭയം വേണ്ട എൻ മകനേ, എല്ലാ നാളും ഞാൻ കൂടെയുണ്ട്. ഉള്ളം കലങ്ങിടും വേളയിലൻ ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു, എല്ലും ഭയം വേണ്ട എൻ മകനേ, എല്ലാ നാളും ഞാൻ കൂടെയുണ്ട്. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും, ആയുസിൻ നാളെല്ലാം നന്ദിയാ പാടിടും. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും, ആയുസിൻ നാളെല്ലാം നന്ദിയാ പാടിടും. എന്നെ കരുതുന്ന വിധങ്ങളൊത്താ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നേ, എന്നെ നടത്തുന്ന വഴികളോർത്താ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും, ആയുസിൻ നാളെല്ലാം നന്ദിയാ പാടിടും. സ്തോത്രം, സ്തോത്രം കർത്താവ്, സ്തോത്രം. ഈ ഗാനത്തിലൂടെ കർത്താവോടെ പറയുകയാണ് സ്തോത്ര ഹല്ലേലൂയ. നമ്മളെ നടത്തിയ വഴികളും വിധങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ ദൈവമക്കളെ സ്തോത്ര ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനല്ലാതെ സ്തോത്രം വേറൊന്നും കഴിയുകയില്ല. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ രാവിലെ എഴുന്നേക്കുന്നത് മുതൽ വൈകുന്നേരം വീട്ടിൽ ഭവനത്തിലെത്തുന്നവരെ സ്തോത്രം നമ്മുടെ കാലടികളെ എല്ലാം സ്തോത്ര ഹല്ലേലൂയ കാത്തു പരിപാലിക്കുന്ന ദൈവം, ഒരു കുഴിയിൽ പോലും വീണിടാതെ സ്തോത്ര ഹല്ലേലൂയ നമ്മുടെ ഉള്ളം കലങ്ങുന്ന വേളയിൽ നമ്മുടെ സമാധാനമായി നമ്മുടെ കൂടെ വരുന്ന ആ ദൈവത്തിനെ സ്തോത്രം പാടി സ്തുതിക്കുവാൻ പുകഴ്ത്തുവാൻ കഴിയുന്ന ഒരു വലിയൊരു സ്തോത്ര ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ ഒരു സന്തോഷം തന്നെയാണ്. സ്തോത്ര ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം യിരെമ്യാ പ്രവചന്റെ പുസ്തകം അതിന്റെ 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്ര ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്ര ഹല്ലേലൂയ. ആ ഒരു ഭാഗ്യവനും ഭാഗ്യവതികളുമായി നമുക്കായിരിക്കുവാൻ സ്തോത്രം അവിടെ പറഞ്ഞിരിക്കുന്ന സ്തോത്രം ആ യഹോവയിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് സ്തോത്ര ഹല്ലേലൂയ ആ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവരായി സ്തോത്രം തീരുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നന്ദികൾ അർപ്പിക്കാം. സ്തോത്ര ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു അടുത്തൊരു പാട്ട് ഇങ്ങനെയാണ് പാടുന്നത്. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം നാം രുചിച്ചറിഞ്ഞു. സ്തോത്രം. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന സ്തോത്രം മാറ്റങ്ങളും നമ്മുടെ പദവികൾക്ക് വന്ന മാറ്റങ്ങളും അതിനെ പറ്റിയാണ് സ്തോത്രം പാട്ടുകാരനോട് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കഴിഞ്ഞ കാലം നമ്മൾ ഓർത്തിടുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ നമുക്ക് സ്തോത്രം പുകഴ്ത്താനൊന്നുമില്ല. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ കാലത്തേക്കാൾ എത്രയും അനുഗ്രഹപ്രദമായിട്ടാണ് കർത്താവ് നമ്മളെ സ്തോത്രോടെ നമ്മൾ നടത്തിയിരിക്കുന്നത്. സ്തോത്രം. ആ ദൈവത്തെ നമുക്ക് ഒരിക്കൽ കൂടി പാടി ദൈവത്തെ മാറ്റപ്പെടുത്താം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം, നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം, തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിനെത്ര മധുരം, തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിനെത്ര മധുരം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ. നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. ഹല്ലേലൂയ. 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 കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാം എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാം എന്നെ ബലത്തോടെ നിർത്തിയല്ലോ. ഹല്ലേലൂയ. 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 നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിനെത്ര മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിനെത്ര മധുരം. ഹല്ലേലൂയ. 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 ശ്രേഷ്ഠതയാം പദവികളും മാന്യതയും തന്നു നീ. നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. ഹല്ലേലൂയ. 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 സ്തോത്രം. അടിയന്റെ ജീവിതത്തിലെ സ്തോത്രം ഹല്ലേലൂയ ഒരു സാക്ഷ്യം തന്നെയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഈ സ്തോത്രം ഗാനം സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ചുരുക്കി എന്റെ സാക്ഷ്യം ഒന്ന് പറയാം. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ ഈ ദൈവത്തെ രുചിച്ചറിയാൻ തുടങ്ങുന്നതിനിടയായത്. സ്തോത്രം ഹല്ലേലൂയ. പണ്ട് സ്തോത്രം ഹല്ലേലൂയ കരിസ്മാറ്റിക് പ്രാർത്ഥനയിലെല്ലാം വളരെ സ്തോത്രം ഹല്ലേലൂയ ഇൻട്രസ്റ്റോടെ കടന്നു പോവുകയും
എല്ലാം ചെയ്തിരുന്ന സ്ഥാനത്താണ് കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചത്. സ്തോത്ര ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. സ്തോത്ര ഹല്ലേലൂയ. അപ്പോഴും വളരെ സ്തോത്ര ഹല്ലേലൂയ വിട്ടുപോരാത്ത വിധത്തിൽ കരിസ്മാറ്റിക്കിനോട് അത്രത്തോളം ഉറച്ചു നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സ്തോത്ര ഹല്ലേലൂയ. എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരിയും ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ അവർ പെന്തക്കോസ്ത് രീതിയിലുള്ള നമ്മുടെ പാട്ടുകൾ പാടി ആരാധിക്കുമ്പോൾ ഞാൻ അവരുടെ ഓപ്പോസിറ്റ് സൈഡിലിരുന്ന സ്തോത്രം കരിസ്മാറ്റിക് പാട്ടുകളും പാടുകളും എല്ലാം പാടി സ്തോത്രം ഹല്ലേലൂയ അവരുടെ പാടിനേക്കാൾ ഒച്ചത്തിൽ പാടി സ്തോത്രം ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു സ്തോത്രം ഹല്ലേലൂയ കർത്താവ് എന്നെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ച്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം അത്രയും നാൾ സ്തോത്രം നല്ല രീതിയിൽ പഠിച്ചിട്ടിരുന്ന ഞാൻ സ്തോത്രം ഹല്ലേലൂയ 10ാം ക്ലാസ്സിലായപ്പോൾ സ്തോത്ര ഹല്ലേലൂയ നല്ല മാർക്കോടെ പാസ്സാകുമെന്നെല്ലാം വിചാരിച്ച സ്ഥാനത്ത് സ്തോത്ര ഹല്ലേലൂയ 10ാം ക്ലാസ്സിൽ വെറും സ്തോത്ര ഹല്ലേലൂയ പാസ് മാർക്ക് അന്നത്തെ ഞങ്ങളുടെ പാസ് മാർക്ക് 210 ആണ്. അതിൽ 285 മാർക്ക് വാങ്ങിയാണ് സ്തോത്ര ഹല്ലേലൂയ ദൈവം അവിടെ എന്നെ സ്തോത്രം മാനിച്ചതെന്ന് തന്നെ പറയാം. സ്തോത്ര ഹല്ലേലൂയ. പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്തോത്ര ഹല്ലേലൂയ അന്നത്തെ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 50ൽ 10 ആണ്. സ്തോത്ര ഹല്ലേലൂയ 3 വിഷയങ്ങൾക്ക് സ്തോത്ര ഹല്ലേലൂയ. എടുത്തു പറയാന്നാണെങ്കിൽ ഇംഗ്ലീഷ് ഫസ്റ്റ്, ഇംഗ്ലീഷ് സെക്കൻഡ്, കെമിസ്ട്രി അതുപോലുള്ള വിഷയങ്ങൾക്കെല്ലാം ആ 3 വിഷയങ്ങൾക്ക് 10 മാർക്കോടെയാണ് സ്തോത്ര ഹല്ലേലൂയ ഞാൻ 10ാം ക്ലാസ് പഠിച്ച് പാസ്സായത്. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം. അവിടെ നിന്ന് സ്തോത്ര ഹല്ലേലൂയ +2 കടന്നു ചെന്നപ്പോൾ അതിലും വലിയൊരു അനുഗ്രഹം ഫുട്ബോൾ കളിച്ചതിന്റെ ഒരു ഇതായിട്ട് സ്തോത്രം +2 അഡ്മിഷൻ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ വീട്ടിൽ കിടന്ന് സ്തോത്രം ഹല്ലേലൂയ ഉറങ്ങിക്കൊള്ളുന്ന സ്ഥാനത്ത് സ്തോത്രം സ്കൂളിൽ നിന്ന് സ്തോത്രം അവിടുത്തെ PT സാറ് ഭവനത്തിൽ കടന്നു തരുവാനും അടിയനെയും പിതാവിനെയും വിളിച്ചുകൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് +2 ഒരു അഡ്മിഷൻ നൽകി തരുവാനും കർത്താവ് ഇടയാക്കി. സ്തോത്രം ഹല്ലേലൂയ. അവിടെ സ്തോത്രം ഹല്ലേലൂയ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. സ്തോത്രം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാനിപ്പോ ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ആർട്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു നേഴ്സ് അവൻ എങ്ങനെ സാധിക്കുമെന്ന സ്ഥാനത്ത് സ്തോത്ര ഹല്ലേലൂയ കർത്താവ് അവിടെയും എന്നെ വിളിച്ച് വേർതിരിച്ചു. മാത്രമല്ല സ്തോത്ര ഹല്ലേലൂയ ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ നേഴ്സിംഗ് പഠിക്കാൻ കടന്നു പോയപ്പോൾ സ്തോത്രം ബയോളജിയുടെയോ കെമിസ്ട്രിയുടെയോ ഫിസിക്സിന്റെയോ യാതൊരു സ്തോത്ര ഹല്ലേലൂയ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ സ്തോത്ര ഹല്ലേലൂയ ഒന്നും പഠിപ്പിക്കുന്ന ഒന്നും എനിക്ക് സ്തോത്രം ഹല്ലേലൂയ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. സ്തോത്രം എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിനൊക്കെ 10 മാർക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ അവർ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു കാര്യവും മനസ്സിലാകില്ല. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ സ്തോത്ര ഹല്ലേലൂയ അവിടെയും ദൈവം മാനിച്ചു. സ്തോത്ര ഹല്ലേലൂയ. സ്തോത്രം പഠിക്കുന്ന സ്ഥാനത്ത് സ്തോത്ര ഹല്ലേലൂയ പഠിക്കുന്നതിൽ അധികമായിട്ട് സ്തോത്ര ഹല്ലേലൂയ 1 മണിക്കൂർ ഞാൻ പഠിക്കുമെങ്കിലും സ്തോത്ര ഹല്ലേലൂയ കൂടുതലായിട്ട് സ്തോത്ര ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം സ്തോത്രം 1 മണിക്കൂർ പഠിച്ചാൽ 2 മണിക്കൂർ ദൈവത്തിന്റെ വചനം ആ വചനം വായിച്ചുകൊണ്ട് സ്തോത്രം ഞാൻ എന്തൊക്കെ പഠിച്ചോ അതെല്ലാം എക്സാമിന് വരുവാനും 1 വർഷം പോലും ബാക്ക് ആകാതെ സ്തോത്രം ഒരു നേഴ്സായി തീരുവാൻ കർത്താവ് അടിയനെയും ബലപ്പെടുത്തി. സ്തോത്രം വൃത്തത്തോളം ഇപ്പോൾ അവിടെ ആയിരിക്കുന്നു. സ്തോത്രം ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. മാത്രമല്ല സ്തോത്രം അവിടെ നിന്ന് ഒരു സ്തോത്രം ഹല്ലേലൂയ നേഴ്സിന്റെ ടീം ലീഡറാനും സൂപ്പർവൈസറാനും എല്ലാം കർത്താവ് കൃപ നൽകി. സ്തോത്രം ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഒരു ഗാനം കൂടി പാടി നമുക്ക് ദൈവത്തിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം എൻ മനമേ സ്തുതിക്കാം നിന്നാഥനെ. സ്തോത്രം ഹല്ലേലൂയ. ആ ദൈവം ദേവാദി ദേവനാണ്. സ്തോത്രം കർത്താദി കർത്താനാണ്. സ്തോത്രം 10,000 അതിശ്രേഷ്ഠനാണ്. സ്തോത്രം ആ ദൈവത്തെ നമുക്ക് പാടിയും സ്തുതിക്കാം. എൻ മനമേ സ്തുതിക്ക നിന്നാഥനെ, എന്നുള്ളവേ വാഴ്ത്തുക നന്ദിയാ. എൻ മനമേ സ്തുതിക്ക എന്നാഥനെ, എന്നുള്ളവേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ 10,000 അതിശ്രേഷ്ഠൻ. അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ 10,000 അതിശ്രേഷ്ഠൻ. എൻ മനമേ സ്തുതിക്ക നിൻ നാഥനെ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ 10,000 അതിശ്രേഷ്ഠൻ.
അവന്റെ വാദിദേവൻ കർത്താതി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആരാധനയും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. ആരാധനയും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. നാം ഒന്നായി ചേർന്നു വണങ്ങി നമിക്കാം നമുക്കായി കരുതുന്ന ദൈവത്തെ. നാം ഒന്നായി ചേർന്നു വണങ്ങി നമിക്കാം നമുക്കായി കരുതുന്ന ദൈവത്തെ. എൻ മനമേ സ്തുതിക്ക നിൻ നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവന്റെ വാദിദേവൻ കർത്താതി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവന്റെ വാദിദേവൻ കർത്താതി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആശ്രയിപ്പാൻ യോഗ്യനാം യേശുവേ, ആശ്വാസമായി നീ മതി എന്നുമേ. ആശ്രയിപ്പാൻ യോഗ്യനാം യേശുവേ, ആശ്വാസമായി നീ മതി എന്നുമേ. അല്ലലെല്ലാം അകറ്റും രാജാതിരാജൻ താങ്ങും തണലും നീ മാത്രം. അല്ലലെല്ലാം അകറ്റും രാജാതിരാജൻ താങ്ങും തണലും നീ മാത്രം. നാം ഒന്നായി ചേർന്നു വണങ്ങി നമിക്കാം നമുക്കായി കരുതുന്ന ദൈവത്തെ. നാം ഒന്നായി ചേർന്നു വണങ്ങി നമിക്കാം നമുക്കായി കരുതുന്ന ദൈവത്തെ. അവൻ ദേവാദിദേവൻ കർത്താതി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദിദേവൻ കർത്താതി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. സ്തോത്രം. ഹല്ലേലൂയ. അതിശ്രേഷ്ഠനായ കർത്താവിനെ സ്തോത്രം വാടിപ്പുകഴ്ത്തുവാൻ കർത്താവ് സ്തോത്രം ചെയ്യാണ്. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് സ്തോത്രം ഹല്ലേലൂയ ഒരു ഗാനം കൂടി പാടി നമുക്ക് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ സ്തോത്രം ആദ്യമേ സ്തോത്രം പാടിയ ഒരു പാട്ടാണ്. സ്തോത്രം നമ്മളെ സൗഖ്യമാക്കുന്ന കർത്താവ്. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് വൈദ്യനായ കർത്താവ്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. കർത്താവിനെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പീണരാ തന്നടിപ്പീണരാ തന്നടിപ്പീണരാലെനിക്കു സൗഖ്യം, തന്നടിപ്പീണരാ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ
ഔഷധ തൈലമുണ്ടല്ലോ, രോഗിക്കു വൈദ്യൻ ഗിലയാദിലുണ്ടല്ലോ. ഗിലയാദിലെ ഔഷധ തൈലമുണ്ടല്ലോ, യേശുവെ തൊട്ടാൻ, അവനെ തൊട്ടാൻ, യേശുവെ തൊട്ടാൻ, അവനെ തൊട്ടാൻ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നടിപ്പീണരാൽ, തന്നടിപ്പീണരാൽ, തന്നടിപ്പീണരാ എനിക്കു സൗഖ്യം. തന്നടിപ്പീണരാൽ, തന്നടിപ്പീണരാ, തന്നടിപ്പീണരാ എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. സ്തോത്രം.